ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നമസ്കാരം. നമുക്ക് കാലത്തൊരു ചായയോടുകൂടി നമുക്കിത് നമ്മുടെ വീഡിയോ തുടങ്ങിയാലോ? നല്ലൊരു ചായയൊക്കെ രാവിലെ കുടിച്ചിട്ട് നമുക്ക് ഒരു വീഡിയോ തുടങ്ങാം. ഞാനിന്ന് നമ്മുടെ വീട്ടിലെ കുറച്ച് ചെടികളും നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്, എന്നാലും ഞാനൊന്നുകൂടി കാണിക്കുവാണേ. നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു ആമ്പൽ, അതിനകത്ത് ഗപ്പികൾ കിടപ്പുണ്ട് നന്നായിട്ട്. ഇതിന് നമ്മൾ പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും കെയർ ചെയ്യേണ്ട കാര്യമില്ല. ഇതിന് വല്ലപ്പോഴുമൊക്കെ കൂടി ഇതിനകത്ത് കിടക്കുന്ന പായലാണ് ഇതിൻ്റെ ഒരു ആധാരം. അത് ധാരാളമായിട്ട് പിന്നെ അതിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതെല്ലാം കിടപ്പുണ്ട്. ആദ്യം ഒരു 4-5 എണ്ണം കൊണ്ടിട്ടതാണ്. അതിൽ നിന്ന് വീണ്ടും ഇങ്ങനെ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇഷ്ടംപോലെ ഒന്നാവും. ഇതിനടിക്കോട്ട് കിടപ്പുണ്ട് മീനൊക്കെ. ഇതിലൊക്കെ മീൻ കിടപ്പുണ്ട്. പിന്നെ നമുക്ക് മുല്ലയൊക്കെ ഉണ്ട്. മുല്ലപ്പൂവൊക്കെ ഒരു മഴയൊക്കെ പെയ്യുമ്പോഴത്തേന് മുല്ലപ്പൂ നിറയെ മുല്ലപ്പൂവായിരിക്കും. നന്നായിട്ട് മുല്ലപ്പൂ പിടിക്കും. പിന്നെ തെറ്റി, കോവൽ, ഇതിനകത്തോട്ട് കോവൽ പടർന്ന് കിടപ്പുന്നുണ്ട്. കോവയ്ക്ക പിടിച്ച് കിടക്കുന്നുണ്ട്. ഇത് മറ്റേ ചിക്കൂസ് എന്ന് പറയുന്ന ആ ഒരു കായാണ്. അതിനകത്ത് അതും പിടിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നിറയെ കപ്പയുണ്ട്, ഒരുപാട് കപ്പയുണ്ട്. ഈ കിടക്കുന്ന സാധനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതാണ് അമൃതം എന്ന് പറയും. ഇത് അമൃതിൻ്റെ വേരാണ്. അമൃത് ഇങ്ങനെ മേളിൽ നമുക്ക് ഒരു അമ്പലമൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഈ പൂജാ ഹോമങ്ങളൊക്കെ നടത്താൻ വേണ്ടിയാണ് ഈ അമൃതിൻ്റെ വള്ളി. എല്ലാവർക്കും അറിയാമോ ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന്? ഇത് അമൃത് അല്ലാതെ ആയുർവേദ മരുന്നുകൾക്കൊക്കെ ഉപയോഗിക്കുന്നതുമാണ്. കണ്ടുണ്ടോ അതിൻ്റെ ആ വള്ളികൾ കിടക്കുന്നതാണ്. നല്ല ഭംഗിയല്ലേ? എന്താ വള്ളി ഇങ്ങനെ കിടക്കുന്നതാണ്, നല്ല ഭംഗിയല്ലേ? നല്ല കട്ടിയാണ് ഇതിന്. അപ്പോൾ ഇതിങ്ങനെ മുറിച്ച് നമ്മൾ ഗണപതി ഹോമോ മൃത്യുഞ്ജയ ഹോമോ അങ്ങനെ എന്തോ നടത്തുമ്പം ഇതില്ലേ ഈ തണ്ട് ഇങ്ങനെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് അതിലേക്കിടും. ഇത് കോവലിൻ്റെയാണ്. ആ ഹോമത്തിന് വേണ്ടി അതിലേക്ക് ഇങ്ങനെ മുറിച്ചിടാൻ വേണ്ടിയാണ് ഈ അമൃത്. അതിവിടെ ഇങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ നിറയെ കറിവേപ്പുണ്ട്. മരങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് നമുക്കിവിടെ എപ്പോഴും കിളികളും ശബ്ദവും, ഒരുപാട് കിളികൾ വരും. ഇപ്പം മഴയൊക്കെ പെയ്ത് നനഞ്ഞ് കിടക്കുമായതുകൊണ്ടാണ് വലുതായിട്ട് കിളിയും ഒന്നും വലുതായി ശബ്ദമൊന്നും ഇല്ലാത്തത്. അല്ലെങ്കിൽ ഒരുപാട് കിളികളുടെ ശബ്ദമാണ് രാവിലെയൊക്കെ നമ്മൾ ഇതിലേ നടക്കുന്നത്. നമ്മൾ ആകെ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തെന്നുള്ളതേ ഉള്ളൂ. വീടും ഇതുമെല്ലാം ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. നമുക്ക് നല്ല പിന്നെ വാഴകളും, നമ്മൾ കുറച്ച് പുരയിടമൊക്കെ ഉള്ളവർ അതിലൊക്കെ കൃഷിയൊക്കെ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്കതിൽ നിന്ന് കിട്ടും. നമുക്ക് ഈ വിഷം അടിക്കുന്നുണ്ട്, കൊല ഒക്കെ നിൽപ്പുണ്ട്. പലതരത്തിലുള്ള വാഴകൾ നമുക്കിവിടെ ഉണ്ട്. ഏത്തന്, പൂവന്, ചെങ്കതളി, പിന്നെ ഒരു ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഒരു പഴമുണ്ട്. അതെനിക്കറിയത്തില്ല, എൻ്റെ പേരറിയത്തില്ല. തെറ്റി ഒരുപാട് ടൈപ്പ് തെറ്റിയുണ്ട്. ഇവിടെ ഒരു 4-5 കളർ തെറ്റിയുണ്ട്. തുളസി തെറ്റി, അത് കണ്ടോ, നാടൻ തെറ്റിയാണ്. അതങ്ങനെ അപൂർവമായിട്ടാണ് ആ തെറ്റി കാണും. നമ്മളിപ്പോൾ ഈ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ വഴിയിലൊക്കെ തന്നെ ഇപ്പോൾ ഈ നാട്ടിൻപുറത്തൊക്കെ ഒരുപാടുള്ള ടൈപ്പ് തെറ്റിയാണത്. അതും നിറയെ നമുക്കുണ്ട് ഇവിടെ. അതൊരു കാടായിട്ട് തന്നെ നിൽക്കുകയാണ് അവിടെ. അതന്ന് മതിലിൻ്റെ അരിവിലായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ അതൊരു ചെറിയാണോ എന്ന് എനിക്കറിഞ്ഞൂടാ, അതിൻ്റെ പേരെനിക്കറിഞ്ഞൂടാ. നിങ്ങൾക്കറിയാമെങ്കിൽ ഞാനത് പറയാം. അത് പ്ലമ്മാണോ ചെറിയാണോ എന്ന് അറിഞ്ഞൂടാ. അങ്ങനത്തെ ഒരെണ്ണമാണ്. അത് വളർന്നിട്ടുണ്ട്, അതിലൊന്നും കായൊന്നും പിടിച്ചിട്ടില്ല. കാരണം ചുമന്ന തെറ്റി. നെല്ലിക്കകത്ത് ഒരു കായ പിടിച്ചു. നെല്ലിയിൽ ഒരു പിടിച്ചുള്ളൂ ആകെ. ഇനി അത് അടുത്ത ട്രിപ്പ് പിടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇങ്ങനെയൊക്കെയുള്ള രാവിലത്തെ മോർണിംഗ് കാഴ്ചകളാണ് ഞാൻ കാണിച്ചത്. തെറ്റിയിലൊക്കെ നല്ല മഞ്ഞ തുള്ളികളൊക്കെ വീണ്, മഞ്ഞത്തുള്ളിയല്ല മഴത്തുള്ളിയാണ്, മഴയൊക്കെ പെയ്ത് എൻ്റെ ഇതൊരു മഞ്ഞ തെറ്റി കണ്ടു. അടിപൊളിയല്ലേ? അലോവേര. ഒരു വെള്ള പാലപ്പൂവാണ്. അത് ഇങ്ങനെ നിറയെ പൂവാണ്. അത് മിക്ക വീടുകളിലും ഉള്ളതല്ലേ. ഇതുപോലെ 2 വലിയ മരങ്ങളുണ്ട്, ക്രിസ്മസ് ട്രീ പോലെ. നമ്മൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിനകത്ത് കളർ ബൾബൊക്കെ ഇടും. അത് ഇവിടെയും ഉണ്ട്. പിന്നീട് റോസ് പല ടൈപ്പുണ്ട്. വെള്ളയുണ്ട്, ചുവപ്പുണ്ട്, നാടൻ റോസുണ്ട്. ഈ തെറ്റി കണ്ടില്ലേ? ഈ തെറ്റി എന്തൊരു ഭംഗിയാണെന്ന് നോക്കി. ഈ ഒരു ചെടി നമ്മുടെ കേശവർദ്ധിനി എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ്. ഇത് നമുക്ക് എണ്ണ കാച്ചുമ്പോൾ ഇതിൻ്റെ പൂവ്, പിന്നെ വേര്, ഈ തണ്ട്, ഇല എല്ലാം കൂടി നമുക്ക് അരച്ച് ചേർക്കാവുന്നതാണ്. അതിനോടൊപ്പം കറിവേപ്പില, പനിക്കൂർക്കയില, പിന്നെ ചെമ്പരത്തി നമുക്ക് ഇഷ്ടം പോലെ ചെമ്പരത്തി ഉണ്ട്. മഴയൊക്കെ പെയ്തപ്പോഴത്തേനും പൂവൊക്കെ അങ്ങ് പോയി. ഇത് വേറൊരു ചെടിയാണ്. നിങ്ങൾക്കറിയാമോ എന്ന് എനിക്ക്. ഇത് വേറൊരു നല്ല പൂവാണ്, നല്ല ഭംഗിയാണ്. ചെമ്പരത്തി ഇഷ്ടം പോലെ, നാടൻ ചെമ്പരത്തിയാണ്. ഈ ചെമ്പരത്തിയൊക്കെയാണ് നമുക്ക് എണ്ണ കാച്ചാനൊക്കെ നല്ലത്. ടോണി അവിടെ കുഞ്ഞ നിൽപ്പുണ്ട്. ടോണി ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന് ഉറങ്ങാണ്. ടോണിക്ക് ആഹാരമൊക്കെ കൊടുത്തതാണ്, മറ്റൊന്ന് ഉറങ്ങുവാണ്. നോക്കടാ ടോണി. ഈ ടോണിയെ നമ്മൾ നാടൻ ഡോഗാണ്. ഇതിനെ നമ്മൾ ഇതുപോലെ നമ്മുടെ വീട്ടിലിങ്ങനെ ഒരു പശുവിനെയൊക്കെ വളർത്തുന്ന അവിടെ ഒരു പട്ടി വന്ന് പ്രസവിച്ച് കിടന്നതാണ്. ഞാൻ എടുത്തുകൊണ്ട് വന്നത്. ഒരു 6 വയസ്സൊക്കെ ഉണ്ട് ഇപ്പം, അത്രയേ ഉള്ളൂ. അവനെല്ലാ വാക്സിനും ഇവിടെ ഡോക്ടർ വന്നിട്ട് എടുക്കും. ഭയങ്കര ബഹളമാണിപ്പോൾ. എന്നാലും അവനുള്ളത് നമുക്കൊരു കൂട്ടാണ്. പൂവ് നന്നായിട്ട് റോസയുണ്ട്. മുല്ല എല്ലായിടത്തും ഞാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മുല്ലപ്പൂവിനൊരു ഇഷ്ടം പോലെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഈ മഴ പെയ്യുമ്പോഴത്തേനും മുല്ലപ്പൂ ഇഷ്ടം പോലെ കിട്ടും. ഇതൊക്കെ ഇലച്ചെടികളാണ്. പ്ലാന്റ് കണ്ടില്ലേ? മണിപ്ലാന്റ് വളർന്നു നിൽക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഒരു മരത്തിലൊക്കെ പടത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇലയാവും. കണ്ടോ, വലിയ ഇലയായിട്ട് വളർന്നിരിക്കുന്നുണ്ട് മണിപ്ലാന്റ്. മരത്തിൽ, പക്ഷെ മരത്തിന് കേടാണെന്നും പറയുന്നു. ആ മരത്തിൽ മണ്ട വരെ മണിപ്ലാന്റ് നിൽക്കുകയാണ്. അതിൻ്റെ വേര് കണ്ടോ, അതിൻ്റെ വേരിങ്ങനെ അങ്ങ് കയറിപ്പോയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇതിനകത്ത് വേറൊരു വേര് പടന്നേക്കുന്നുണ്ടോ. ഇതെന്താണെന്നറിയാമോ? ഇത് സർപ്പഗന്ധി എന്ന് പറഞ്ഞിട്ടൊരു ചെടിയാണ്. സർപ്പഗന്ധി ഔഷധമാണെന്ന് തോന്നുന്നു. ഇത് അങ്ങ് പിന്നെ മരത്തിൻ്റെ മണ്ട വരെ ചെന്നിട്ട് ഒരു വയലറ്റ് നിറത്തിലുള്ള ഒരു പൂവാണ് ഇതിനകത്ത് പിടിക്കുന്നത്. നല്ല ഭംഗിയാണ്. നമ്മൾ മേളിലോട്ട് നോക്കുമ്പോൾ മേളിൽ നിറയെ ആ പൂവായിട്ട് എല്ലാം ഇങ്ങനെ വീഴും, താഴോട്ട് വീഴും. നല്ല രസമുള്ള പൂക്കളാണത്. അതുകൊണ്ട് ഇത് കളയാതെ നിർത്തിയിട്ട് ഇതിനകത്ത് മൊത്തം ഇങ്ങനെ അങ്ങ് വേര് പടന്ന് നടക്കുക. ഇതൊരു നല്ല മാവാണ്. വെള്ളംകൊള്ളി എന്ന് പറയുന്ന ഒരു മാവാണ്. നിറയെ മാങ്ങ പിടിക്കുന്ന ഒരു മാവാണ്. ഇനി ഞാൻ അപ്പുറത്തോട്ടൊക്കെ ഉള്ള കുറച്ച് കുരുമുളകും എല്ലാം ആവുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ സീനറിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവർക്കും നോക്കി ലൈക്കൊക്കെ ചെയ്യണേ. വെറുതെ രാവിലെ ഒരു വീഡിയോ ഇട്ടെന്നുള്ളതേ ഉള്ളൂ. മൽബറിയാണ്. മൽബറിയിൽ നിറയെ മൽബറിക്കുണ്ട്. കണ്ട് ഇപ്പോൾ പഴുത്തൊക്കെ നിൽപ്പുണ്ട്. കണ്ടോ, മൽബറിക്ക പഴുത്തിക്കുന്നുണ്ട്. ഇത് നമുക്ക് രാവിലെയൊക്കെ വെറും വയറ്റിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. നല്ല ഫ്രൂട്ടല്ലേ, നല്ല ബ്ലഡൊക്കെ കൂടാനും
ഒക്കെ ഉള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണിത്. പിന്നെ നമുക്ക് അയ്യത്തോട്ട് പോകുമ്പോൾ അവിടെ ശീമനെല്ലിക്കൊക്കെ പിടിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട്. കാടായതുകൊണ്ടാണ്, എനിക്ക് കാടല്ല എന്നാലും ഇതുണ്ട്, ശീമനെല്ലിക്ക പിടിച്ചിരിക്കുന്നുണ്ട്. ഇതാണ് ശീമനെല്ലിക്ക. ഇത് ഇനി ഒന്ന് ചുമപ്പ് നിറമാകുമ്പോഴത്തേനാണ് നമ്മൾ ചുമന്ന് വരുന്നുണ്ട്, പഴുക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. ഒരുപാട് പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഉപ്പിലിടാനൊക്കെ നല്ലതാണ്. ഓണത്തിന് എപ്പോഴും കുട്ടികൾ വരുമ്പോഴെല്ലാം അവർ ഊഞ്ഞാലാണ് ചിലപ്പോൾ ചോദിക്കുന്നത്. ഓടി വന്ന് ഊഞ്ഞാലിലോട്ട് അങ്ങിരിക്കും. അപ്പോൾ നമുക്കെല്ലാം ഇങ്ങനെയൊക്കെയുള്ള നല്ല കുറച്ച് കാഴ്ചകളാണ് രാവിലെ ഞാൻ കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ഇടണേ. ഞാൻ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.